நாம் கர்த்தருடைய வார்த்தையை கேட்கும்படியாய் நாம தேவசன்னிதியில் தாழ்த்துவோம். இந்த நேரத்தில் நம்ம மத்தியில் இருக்கிற நம்முடைய விலையேறிய கர்த்தர் தாசன் பாஸ்டர் ஜெய்சன் அவர்களே அவருடைய குடும்பத்தையும் ஐபிசி தமிழ் சபை சார்பாக ஒரு முறை கூட அன்போடு நான் வாழ்த்தி வரவேற்கிறேன். அவர்கள் இந்த நாளில் நம்ம மத்தியில் ஆயிருப்பது நமக்கு மிகுந்த சந்தோஷம். இப்பொழுது கர்த்தர் தாசன் பாஸ்டர் அவர்கள் முன்னதாக வந்து நமக்கு வேதத்திலிருந்து சில வார்த்தைகளை நமக்கு போதித்து தருவார்கள். ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് IPC ബഹറിൻ തമിഴ് ചർച്ചിന്റെ ഗെറ്റ് ടുഗദറായിട്ട് കടന്നു വരുവാൻ കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ല പ്രോഗ്രാമുകൾ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ചെയ്യുവാൻ പ്രിയ കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും കർത്താവ് അനുവദിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മെസ്സേജ് ഉണ്ടെന്ന് പറവാനിടയായി തീർന്നത്. എങ്കിലും ഞാൻ ട്രാൻസ്ലേഷന് വേണ്ടി സമയം അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സമയത്ത് ഞാൻ കവർന്നെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ബോർഡ് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ബോർഡ് ശ്രദ്ധിച്ചപ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്, Sing to the Lord a new song. Psalms 96 verse 1. 96 സങ്കീർത്തനം 1 വാക്യം നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായിത്തീർന്നു. 96 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുകയാണ്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. മാത്രമല്ല സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. ഞാൻ ഒരുമിച്ച് പാടുക, ഒരുമിച്ച് ആനന്ദിക്കുക. ആരാണ് പാട്ട് പാടുന്നത്? സന്തോഷമുള്ളവർ. ബൈബിൾ പറയുന്നത് സന്തോഷമുള്ളവരാണ് പാട്ട് പാടുന്നത്. കഴിഞ്ഞ ഈ ഏകദേശം ഒരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നു പോകുവാൻ ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. എത്രയോ നല്ല ദൈവമായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ നാം ഓർക്കുമ്പോൾ എത്ര ദൈവത്തിന് പാടിയാലും മതിയാകത്തില്ല. ഇന്ന് അത് മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് നമുക്ക് ചേർന്ന് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ 2025 ആ ജനുവരി മാസം 1 തീയതി മുതൽ ഇന്ന് ഡിസംബർ മാസം 19 വരെ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി ഇരുന്നതോർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. നമുക്ക് പാട്ടുകൾ പാടാം. നമുക്ക് സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് വക തന്നതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. നമുക്കൊക്കെ എത്രയോ പേര് ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ അപകടങ്ങളിലൂടെ മരണപ്പെട്ടപ്പോൾ, വിവിധ സാഹചര്യങ്ങളിലൂടെ മരണപ്പെട്ടപ്പോൾ, വിവിധ നിലവാരങ്ങളിലൂടെ അവരെല്ലാവരും പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിച്ച് ഒരു നിമിഷം കൂടെ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി തന്ന് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് അതരങ്ങൾ ദൈവം തമ്പുരാൻ നൽകി തന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചെന്ന് പറയുവാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിപ്പാനിടയായി തീരും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് നമ്മളെ പ്രിയമുള്ളവരെ. നമുക്ക് അതുകൊണ്ട് സന്തോഷിപ്പാൻ വകയുള്ളതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയാണ്. ഈ 2025 ഏതാനും നിമിഷങ്ങൾ മുമ്പോട്ട് മാത്രമേ ഉള്ളൂ. ഇത് തീരുവാൻ പോകുകയാണ്. ഈ കാലം അത്രയും നമ്മെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. നമുക്ക് പാടുവാൻ വകയുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ഒറ്റയ്ക്ക് പാടാനല്ല, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടണമെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭക്തന്മാർ ഒരുമിച്ച് വിളിച്ചു പറയട്ടെ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്.
ഉള്ളത്. എന്നിട്ട് പറയുകയാണ്, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വാഴ്ത്തുവിൻ എന്നാണ് പറയുന്നത്. വാഴ്ത്തുവിൻ, അവന് പാടി നാമത്തെ ഉയർത്തുവിൻ എന്നാണ്. എന്നിട്ട് മാത്രമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. നാൾ തോറും അവന്റെ രക്ഷ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പ്രസിദ്ധമാക്കണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ഏത് നിമിഷം കിട്ടിയാലും ഒരു ഭക്തൻ മറന്നു പോകരുതെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറിന്റെ മധ്യത്തിൽ ഒരു മെസ്സേജ് വെക്കുക എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നതാണ്. ദൈവത്തിന്റെ ആലോചന അത് നമ്മെ കേൾപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം മാധുര്യമേറിയതാണ്. ഹല്ലേലൂയ. അത് അണ്ണാക്കിന് മധുരം നൽകുന്നതാണ്. ആ വചനമാണ് നമ്മെ ഇരുളിന്റെ അവസ്ഥയിൽ നമ്മെ നയിക്കുന്നത്, ദീപമായിട്ട് നമ്മെ നയിക്കുന്നത്. എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമായി നടത്തുന്നത് എന്താണെന്ന് അറിയാമോ? ആ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മീറ്റിംഗിലും വചനം വേണോ എന്ന് ആരെങ്കിലും ചോദിക്കപ്പോഴും പറയുന്നത്. കാരണം വചനം പറയുന്നു, നാൾ തോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കണം. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ ഓർക്കുമ്പോൾ, എന്നെ വിടുവിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മെ വിടുവിച്ച വിധങ്ങൾ, അന്ധകാരത്തിൽ കിടന്ന സ്ഥാനത്ത്, അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ അവസ്ഥയിൽ, പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്റെ കർത്താവ് എന്നെ വിടുവിച്ച്, ഹല്ലേലൂയ, എന്റെ ചേറ്റുകുഴിയിൽ നിന്ന് എന്നെ കരകയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ രക്ഷയെ ഞാൻ നാൾതോറും പ്രസിദ്ധമാക്കണമെന്ന സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചെന്ന് പറയുവാൻ സാധിക്കട്ടെ, കർത്താവേ, ഞാനും യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന സ്ഥാനത്ത്, ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് നഷ്ടപ്പെട്ട സ്ഥാനത്ത്, എന്റെ കർത്താവ് എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നൽകി തന്ന ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തിയെ ഞാൻ ഇന്ന് സ്തുതിക്കുവാനിടയായി തീരും. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ പലരും സ്നാനപ്പെടുവാനിടയായി തീർന്നു. അവർക്ക് ലഭിച്ച രക്ഷാകരമായ അവസ്ഥയോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് തരുന്ന രക്ഷകരമായ അവസ്ഥയെ എന്തെന്നറിയാമോ? എന്നും നാൾ തോറും എവറി ഡേ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരണം. രക്ഷയെ പ്രസിദ്ധമാക്കുവാനിടയായി തീരണം. എന്റെ ജീവിതം കൊണ്ട് തന്നെ എന്റെ ജീവിതത്തെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ രക്ഷയെ പ്രസിദ്ധമാക്കുവാനിടയായി തീരും. ഞാൻ ഇടപെടുന്ന ചുറ്റുപാടിൽ എന്റെ യേശുവിന്റെ രക്ഷയെ എനിക്ക് പ്രസിദ്ധമാക്കുവാനിടയായി തീരും. എന്നിട്ട് പറയുകയാണ്, ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ദൈവം വലിയവനാ. ഒരുമിച്ചത് പറഞ്ഞ്, എന്റെ ദൈവം വലിയനാ. ഹല്ലേലൂയ. ഏറ്റവും സ്തുത്യനായിരുന്നു അവൻ. സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയായി തീർന്നിരിക്കുക. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, നമുക്ക് ഒരുമിച്ചത് പാടാം, നമുക്ക് ഒരുമിച്ചത് ദൈവത്തിന് സ്തുതിക്കാം. നാൾ തോറും ദൈവത്തിന്റെ രക്ഷയെ പ്രസിദ്ധമാക്കാം. ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് ഓർക്കാം, ദൈവിക നന്മകളെ കുറിച്ച് ഓർക്കാം. ദൈവം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതവകമായ എന്റെ ജീവിതത്തിൽ വരുത്തിയ വ്യതിയാനങ്ങളെ കുറിച്ച് ഞാനത് ചിന്തിപ്പാനിടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും ഈ രക്ഷകരമായ അവസ്ഥ സ്വായത്തമാക്കുവാൻ, പ്രാപിപ്പാൻ, അല്ലെങ്കിൽ അതിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാനൊരു ദൈവദാസൻ എന്ന നിലയിൽ വിളിച്ചു പറയട്ടെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങളെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത, എന്നെ ചേറ്റിന്റെ കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത, ഹല്ലേലൂയ, എനിക്ക് ഈ സന്തോഷം നൽകി തന്ന, എനിക്ക് ഈ രക്ഷ നൽകി തന്ന, എന്നെ ഈ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുവന്ന ആ യേശുവിന്റെ സ്നേഹം നിങ്ങളെ നോക്കിയിട്ട് പറയുക, സഹോദര, നീ പാപത്തിലാണോ ജീവിക്കുന്നത്? ഈ ലോകത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെയാണോ നീ നോക്കുന്നത്? അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ന് നിനക്കൊരു സുപ്രസാദ കാലമാണ്. യേശുവിലേക്ക് കടന്നു വരുവാൻ നീ വഴുവഴുപ്പിലാണോ നിൽക്കുന്നത്? നിന്റെ വഴുവഴുപ്പിനെ മാറ്റി നിന്നെ സുസ്ഥിരമായ ഒരു പാറയിൽ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഞാനിവിടെ വിളിച്ചു പറയുന്നത്. ആ സ്നേഹത്തിലേക്ക് ആർക്കെങ്കിലും കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് അത് സുപ്രസാദ ദിവസമാണ്. ഇന്നത് നല്ലൊരു ദിവസമാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്. നിങ്ങൾക്ക് ഇനിയും ഈ രക്ഷ കേട്ടിട്ടില്ല, ഈ
സുവിശേഷം കേട്ടിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ന്യായവിധിക്ക് മുൻപേ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് മുൻപേ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവത്തിന്റെ രക്ഷയെ നാൾതോറും പ്രസിദ്ധമാക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇനിയുമുള്ള സമയം ക്രിസ്തുമസിന്റെ രാവ് അല്ലെങ്കിൽ ദിവസങ്ങളാണ്. ക്രിസ്തുമസ് ഹല്ലേലൂയ മറ്റുള്ളവർ ആഘോഷിക്കുകയാണ്. അവരാഘോഷിക്കുന്ന എന്താ പറയുക, ക്രിസ്തു ജനിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. അത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തന്മാരും വിളിച്ചു പറയും, എന്റെ ഹൃദയത്തിൽ എന്റെ ക്രിസ്തു ജനിപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ആ രക്ഷയാണ് ഞാൻ ഇന്ന് പ്രസിദ്ധമാക്കുന്നത്. അതെന്റെ ജീവിതം കൊണ്ട് ഓരോ ദിവസവും ആ ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ആ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. ക്രിസ്തുവിന്റെ ആ സ്നേഹം, ഹല്ലേലൂയ, സകല മഹിമകളെയും വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് വന്ന് ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും വീണ്ടെടുപ്പാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നിയതാണ് ആ ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയിലേക്ക്, ആ സ്നേഹത്തിലേക്ക് നിങ്ങളെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. IPC ബഹ്റൈൻ തമിഴ് പ്രവർത്തനങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിലൂടെ, ദേശങ്ങളിലൂടെ, വ്യക്തി ജീവിതങ്ങളിലൂടെ മറ്റുള്ളവരും ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ, നമ്മുടെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുവാൻ അവരെയും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ഓരോ ഇടപാടുകളിലൂടെ ഇടയാകുമാറാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ വിനോദ് കർത്താവിന്റെ ദാസനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിക്ടർ ബദറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് വലിയവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടത് അനുഗ്രഹങ്ങൾ അവിടുന്ന് ചൊരിഞ്ഞ് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ, കർത്താവിന്റെ വക്താക്കളായി തീരുവാൻ, കർത്താവിന്റെ നാവായി തീരുവാൻ, കർത്താവിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ ദിവസവും കർത്താവിനെ പ്രഘോഷിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടവരുത്തുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളെയും എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഷൈബ്രദറിനെ ഒക്കെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് സഭയ്ക്കൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഉത്സാഹത്തോടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ഞാൻ പേരെടുത്ത് പറഞ്ഞതിൽ മൈക്ക് സിസ്റ്റർ കൈകാര്യം ചെയ്ത് മറ്റു രീതിയിൽ വിവിധ സാഹചര്യങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാനിടയായി തീരട്ടെ. മറനാഥ യേശു വരാറായി. മേ ഗോഡ് ബ്ലസ് യു ഓൾ.